നിങ്ങൾക്ക് കരിമീൻ പിടിക്കണോ? സ്പോട്ടല്ലേ, ഞാൻ പറഞ്ഞുതരാം. ഒരു ബാങ്കോട്ട് അമ്പലത്തിന്റെ ഓപ്പോസിറ്റ് ഈ കാണുന്ന സ്പോട്ടിലാട്ടോ നമ്മൾ എന്താ കരിമീൻ വേട്ട. മറ്റെന്ത് രീതി പിടിച്ചാലും പോൾ റോഡ് കൊണ്ട് പിടിക്കുന്ന ഫീല് അത് വേറെ തന്നെ കേട്ടോ. അപ്പൊ പിന്നെ കുറച്ച് എക്സ്ട്രാ ഫീൽ ആയാലും കോർമോറന്റ് നട്ടാ നമ്മളെ റോഡിന്റെ പേര്. ക്വാളിറ്റിയുടെ കാര്യത്തിലായാലും ലുക്കിന്റെ കാര്യത്തിലായാലും നോ കോംപ്രമൈസ് ആണ്ടാ നമ്മൾ യൂസ് ചെയ്തിടത്തോളം നമുക്ക് മനസ്സിലായി. അല്ല പോൾ റോഡാണ് പോലെ തുണി വള്ളി കാര്യങ്ങളൊന്നും അല്ലട്ടാ നമ്മളെ റോഡിനുള്ളത്. ലോക്കും അൺലോക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാസ്റ്റിക് പ്രീമിയം ലുക്കിലാണ് സംഭവം വന്നിട്ടുള്ളത്. അത്യാവശ്യം കനം കുറഞ്ഞ ലൈനും ഈ കാണുന്ന ഹുക്കും വെച്ചിട്ടാണ് നമ്മൾ ചൂണ്ടിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. മൈദ, മഞ്ഞൾ, വെളുത്തുള്ളി വെച്ചിട്ടുള്ള സിമ്പിൾ തീറ്റ റെഡിയാക്കി. അങ്ങനെ ചൂണ്ടാൻ നിൽക്കണം ഞങ്ങളെ കണ്ടു കഴിഞ്ഞാൽ പൂരത്തിന് ആനകളെ നിരത്തി നിർത്തിയ പോലെയാണ്. ഒട്ടും നേരം വൈകാതെ വന്ന പണി ഞാൻ നൈസായിട്ട് തുടങ്ങി വെച്ചിട്ടുണ്ട്. മീഡിയം സൈസ് മീൻ അടിച്ചപ്പോ തന്നെ നമ്മളെ റോഡ് പോലെ ബെൻഡായി ഒരു തകർപ്പൻ ഫീൽ ആണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ ഈ സീസണിലെ ആദ്യത്തെ എന്റെ കരിമീനാട്ടോ നിങ്ങൾ ഈ കാണുന്നത്. എന്താല്ലേ കരിമീൻ്റെ ഒരു ഭംഗി. കുറച്ചു നേരമായിട്ട് ചണ്ടിയും മടലും വലിച്ചുകൊണ്ടിരുന്ന അബിക്കുട്ടിനെ അടിച്ചിട്ട് ഒരു തകർപ്പൻ കരിമീൻ. അതെ ഗൈസ്, ഒരു കരിമീൻ ആത്മഹത്യ ചെയ്തു. പിന്നീട് അവിടെ എല്ലാവർക്കും ചറപറ മീനടിയ തുടങ്ങി. കിട്ടണ മീൻ അത്യാവശ്യം സൈസുള്ള കാരണം നമുക്ക് ചൂണ്ടയിടാനുള്ള ഇൻട്രസ്റ്റ് കണ്ട് കൂടി വന്നു. അങ്ങനെ റോഡിലടിച്ച കരിമീൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ച് അത്യാവശ്യം എൻജോയ് ചെയ്തിട്ടാണ് നമ്മൾ കരിമീനെ കരക്കായിരുന്നത്. പോൾ റോഡൊക്കെ മേടിക്കാൻ പോണവർക്ക് പേഴ്സണലായിട്ട് പറയണെങ്കിൽ നമ്മുടെ റോഡ് ഒരു രക്ഷയില്ല ബ്രോ. അപ്പോണെങ്കിൽ കരിമീനെ നേലം തൊടാണ്ട് പറപ്പിക്കുകയാണ്. അത്യാവശ്യം സൈസുള്ള കരിമീൻ തന്നെ ആയിരുന്നു കേട്ടോ. അതിന്റെ സന്തോഷം അവന്റെ മുഖത്ത് കാണുന്നുണ്ട്. അങ്ങനെ ചുരുങ്ങി 1 മണിക്കൂറിനുള്ളിൽ നമുക്ക് അത്യാവശ്യം കരിമീൻ ചെറുതും വലുതായിട്ട് ഇഷ്ടം പോലെ കയറി. അപ്പൊ സ്പോട്ട് ഇനിയും വരും, ഫോളോ ചെയ്യാൻ മറക്കണ്ട. എല്ലാവർക്കും മീൻ കിട്ടട്ടെ.